ആരാണ് ഇതെഴുതിയത് എന്നറിയില്ല. പക്ഷേ ഹൃദയത്തെ ഏറെ സ്പർശിച്ചു. ഒരു വിരമിച്ച പോലീസ് കമ്മീഷണർ താൻ വർഷങ്ങളോളം ഔദ്യോഗികമായി താമസിച്ചിരുന്ന വീടിന് പകരമായി താൻ പുതിയതായി വാങ്ങിയ സ്വന്തം വീട്ടിലേക്ക് സ്ഥലം മാറി. ഒരു നിശബ്ദമായ കോളനിയിലാണ് ആ വീട് സ്ഥിതി ചെയ്തിരുന്നത്. താൻ നേടിയ പ്രശസ്തിയും ഉയർന്ന നിലയും അയാൾക്ക് വലിയ അഭിമാനമായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് അയാൾ അവിടെയുള്ള ഒരു പാർക്കിലേക്ക് നടക്കാൻ പോകും. എങ്കിലും അയാൾ ഒരാളോട് പോലും സംസാരിക്കുകയോ പുഞ്ചിരിക്കുകയോ ഇല്ല. ഈ കോളനിയിലെ മറ്റുള്ളവർ തന്റെ നിലവാരത്തിലുള്ളവരല്ല എന്നും അവരോടൊപ്പം താൻ സമയം ചെലവഴിക്കേണ്ടതില്ല എന്നുമാണ് അയാൾ ചിന്തിച്ചത്. ഒരു ദിവസം അയാൾ പാർക്കിലെ ബെഞ്ചിലിരിക്കുമ്പോൾ വയസ്സായ മറ്റൊരാൾ അടുത്തിരുന്നു. നല്ല മനസ്സോടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കമ്മീഷണർക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. മറിച്ച് താൻ കമ്മീഷണറായിരുന്ന കാര്യങ്ങൾ, താൻ നേടിയ അധികാരങ്ങളും നേട്ടങ്ങളും മാത്രമായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. താൻ ഈ വീട് സ്വന്തമാക്കിയത് കൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. എന്നാൽ വീടും പരിസരവും തന്റെ സ്റ്റാറ്റസിനൊത്തതായിരുന്നില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വയസ്സനായ ആ മനുഷ്യൻ എതിരൊന്നും പറയാതെ സൗമ്യതയോടെ കമ്മീഷണറെ കേട്ടിരുന്നു. അവസാനമായി ഒരു സന്ധ്യ ആ മനുഷ്യൻ ശാന്തതയോടെ സംസാരിച്ചു. കമ്മീഷണർ സാഹിബ്, അദ്ദേഹം പറഞ്ഞു, ഒരു വൈദ്യുതി ബൾബിന് പ്രസക്തിയുള്ളത് അതിൽ പ്രകാശമുള്ള സമയത്താണ്. ഒരിക്കലത് ഫീസായാൽ അതൊരു 10 വാട്ടാണോ 100 വാട്ടാണോ എന്നത് പ്രസക്തമല്ല. ഫീസായ ബൾബുകളെല്ലാം ഒരുപോലെയാണ്. ശാന്തം, ജീവൻ കെട്ട, ഉപയോഗമില്ലാത്ത, മറവിയിലായത്. ഞാൻ ഈ കോളനിയിൽ 5 വർഷമായി താമസിക്കുന്നു. ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു എന്നും പിന്നീട് 2 തവണ പാർലമെന്റ് അംഗമായിരുന്നു എന്നും. കമ്മീഷണറുടെ മുഖം വാടി. ആ പുരുഷൻ തുടർന്നു, നിങ്ങളുടെ ദൂരത്തിരിക്കുന്ന ആ ആളെ കാണുന്നുണ്ടോ? അയാൾ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ജനറൽ മാനേജറായി വിരമിച്ചു. അവരോടൊപ്പം സംസാരിക്കുന്നവൻ സേനയിൽ നിന്നും ലഫ്റ്റനന്റ് ജനറലായി വിരമിച്ചു. ആ വെള്ളയുടുപ്പിൽ നടക്കുന്നയാൾ ISROയുടെ ചെയർമാനായിരുന്നു. ആരും അവരുടെ പഴയ പദവികളൊന്നും പറയുന്നില്ല. പറയേണ്ടതുണ്ട് എന്ന് പോലും അവർ കരുതുന്നില്ല. ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ചേർത്തു, എന്തായാലും നമ്മളെല്ലാവരും കത്തിയ ബൾബുകളാണ്. അതെ, നിങ്ങൾ 0 വാട്ടായിരുന്നാലും 40, 60, 100 വാട്ടുകളായിരുന്നാലും LED, CFL, ഹാലോജൻ, ഡെക്കറേറ്റീവ് ഏതായിരുന്നാലും വൈദ്യുതി പോയാൽ എല്ലാം ഒരുപോലെയാണ്. റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ കമ്മീഷണർ ആയിരുന്നോ കോൺസ്റ്റബിൾ ആയിരുന്നോ എന്നതിൽ ഇനി പ്രസക്തമല്ല. കമ്മീഷണറെ നിരീക്ഷിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഊർജ്ജസ്വലമായി ഉദിക്കുന്ന സൂര്യനും ശാന്തമായി അസ്തമിക്കുന്ന സൂര്യനും രണ്ടും സുന്ദരമാണ്. പക്ഷേ ലോകം നമസ്കരിക്കുന്നത് ഉദിക്കുന്ന സൂര്യനെയാണ്. അതാണ് മനുഷ്യന്റെ സ്വഭാവം. നമുക്ക് അതിനെ അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പദവികളും സ്ഥാനങ്ങളും എല്ലാം താൽക്കാലികമാണ്. അവയെ അടിസ്ഥാനമാക്കി നമ്മെ നിർവചിച്ചാൽ അവ പോയാൽ നമുക്ക് നമ്മെ നഷ്ടപ്പെടും. ചെസ്സുകളിയിൽ രാജാവും രാജ്ഞിയും ബിഷപ്പും കുതിരയും കാലാളും എല്ലാവർക്കും വിലയുണ്ട്. കളിയിലുള്ളപ്പോൾ മാത്രം. കളി തീരുമ്പോൾ അവയെല്ലാം ഒറ്റ ബോക്സിലാക്കി അടച്ചു വെക്കപ്പെടുന്നു. അദ്ദേഹം മൃദുലമായി പുഞ്ചിരിച്ചു. പാർക്കിലെ ആളുകളെ നോക്കി പറഞ്ഞു, ഇപ്പോൾ സുഖത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ഭാവിയിൽ സന്തോഷത്തിനായി പ്രതീക്ഷിക്കുക. എന്നാൽ ഇനി നമുക്ക് സ്വന്തമല്ലാത്ത പഴയ കാര്യങ്ങളുടെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കരുത്. ജീവിതത്തിൽ നമ്മൾ എത്രയേറെ മെഡലുകളും അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നേടിയാലും ഒടുവിൽ ലഭിക്കുക ഒരൊറ്റ സർട്ടിഫിക്കറ്റാണ്, മരണ സർട്ടിഫിക്കറ്റ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പാണിത്. ഒരുപാട് ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നത്. ഒരുപാട് ചിന്തിക്കണം നാം ആരാണ്, എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ഈ കുറിപ്പിന്റെ ഉപജ്ഞാതാവ് ആര് എന്നറിയില്ല. പക്ഷേ അഭിനന്ദനങ്ങൾ.